ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു ട്രാവൽ വീഡിയോ അല്ല, പക്ഷേ ട്രെയിൻ യാത്രയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. ഞാൻ ട്രെയിനിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നൊരു ആളാണ്. യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളതെന്നുണ്ടെങ്കിലും ട്രെയിൻ യാത്രകൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിൻ യാത്രകളിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളും പിന്നെ ട്രെയിനിൽ പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രെയിനിലെ വൃത്തിക്കുറവിനെ കുറിച്ചൊക്കെ പറയാനായിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് 2 വീഡിയോസ് ഞാൻ അതിൽ കാണിക്കാം. ആ 2 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. എന്നിട്ടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റിയുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ അവസ്ഥയാണ്. എങ്ങനെയാണ് നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റിയുടെ ജനറൽ കോച്ചുകളുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ഈ വാഷ് ബേസിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. വാഷ് ബേസിൻ്റെ ഒരു ഭാഗം നമ്മൾ കയറി വരുമ്പോഴുള്ളൊരു ഭാഗമൊക്കെ അടുത്ത നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാത്റൂമുകളാണ്. എങ്ങനെയാണ് എൻ്റെ ബാത്റൂമുകളുള്ളത്. അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർസിറ്റി എക്സ്പ്രസിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റ്. അപ്പം താഴത്തൊക്കെയാണെങ്കിൽ നോക്കിയേ, അങ്ങനെ വൃത്തികളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. വാഷ് ബേസിൻ്റെ ഭാഗമാണെങ്കിലും ഒക്കെ നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഈ വണ്ടി ചിലപ്പോൾ നിങ്ങൾ പറയും എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് കുറച്ച് ദൂരമല്ലേ ആയിട്ടുള്ളൂ, പാലക്കാടൊക്കെ എത്തുന്നേ ഉള്ളൂ എന്നുള്ളത്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേങ്കിലും എന്താ പറയുക, ഇതിൻ്റെ ഈ ഒരു അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഏറെക്കുറെ പോകും. ഇത് വല്ലാതൊന്നും വൃത്തികേടാവില്ല. കാരണം ഇത് ഈ കോച്ചിൻ്റെ അവസ്ഥ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് വൃത്തികേടാവുന്നുണ്ട് ഇല്ല എന്നല്ല, അവർ ക്ലീൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർസിറ്റി എക്സ്പ്രസിൻ്റെ വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റിൻ്റെ ഉള്ളിൻ്റെ അവസ്ഥ. പിന്നെ ഈ കാണുന്നത് ഇത് ഫ്ലഷാണ്. ജസ്റ്റ് നിങ്ങൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം ഒന്ന് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതിലേക്ക് വെള്ളം വരും. നിങ്ങൾ മൂത്രം ഒഴിക്കുക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം വരും. ഇതൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ഈ പച്ച ബട്ടണൊക്കെ കാണുന്നതിലൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഈ സാധനം വെള്ളം വരും. പല ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ്, ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലഷ് അടിക്കില്ല. ജസ്റ്റ് ഒന്ന് ഈ ഒരു വിരൽ വെച്ചൊന്ന് സിംഗിളായിട്ടൊന്ന് നിങ്ങൾ ഫ്ലഷ് ചെയ്താലേ ആവുന്ന കാര്യമുള്ളൂ. അതൊന്നും ചെയ്താൽ മതി. ബാത്റൂമിൽ നീറ്റായി കിടക്കും. പിന്നെ ഈ താഴെയൊക്കെ വെള്ളമാക്കി ഇടാതിരിക്കുക. ഇവിടെയൊക്കെ കയറി വന്നിട്ട് കാലും കയ്യും ഒക്കെ കഴുകിയിട്ട് ഈ പൈപ്പിൽ നിന്ന് ആക്കിയിട്ട് ഇവിടെയൊക്കെ വെള്ളമാക്കി ഇടാതിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നാൽ തന്നെ നമ്മുടെ ബാത്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കും. നമുക്ക് ഇന്ത്യൻ സ്റ്റൈൽ കൂടെ നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇന്ത്യൻ സ്റ്റൈല് ടോയ്ലറ്റ് വരുന്നത്. ഇതിനകത്ത് അടിയിൽ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലും ഇതേപോലെ തന്നെയാണ് ഫ്ലഷ് ചെയ്താൽ ഈ ഭാഗത്ത് ഇവിടെ വരുന്നുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അത് സക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോയിക്കോളും. സെയിം കാര്യമാണ്, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ചിലപ്പോൾ ചില കോച്ചുകളിലാണെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഈ സ്വിച്ചിന് പകരം ചിലപ്പോൾ ഒന്നിങ്ങനെ അമർത്തുന്ന ഒരു സാധനമായിരിക്കും ഉണ്ടാവുക ഫ്ലഷിന്. അതായത് ജസ്റ്റ് ചെയ്താൽ മതി. ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് വൃത്തിയായി കിടക്കും. ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥയും മറ്റേതിലെ പോലെ തന്നെയാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ താഴെ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട്, ആൾക്കാർ യൂസ് ചെയ്ത് തന്നെ. അല്ലാതെ വേറെ വൃത്തികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ കോച്ചിൻ്റെ ബാത്റൂമിൽ കാണാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വേറൊരു ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം. ഇത് നമ്മുടെ ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ആണ്. ഈ കോച്ച് ഉണ്ടാക്കിയിട്ടുള്ള 2024 ജസ്റ്റ് 1 വർഷം പഴയ കോച്ചാന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ പുറമേ ഉള്ള അവസ്ഥയൊക്കെ. ബാക്കിയൊക്കെ ഉള്ളിൽ കയറിയിട്ട് വിശദമായിട്ട് കാണിച്ചു തരാം. ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ അത് എന്താ നല്ല സ്മെല്ല്. പിന്നെ താഴെയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ, എന്താ കണ്ടോ. ബാക്കിയൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. എന്താ ഞാൻ കാണുന്നത്, ആക്രിക്കടയോ? നിറച്ച് കുപ്പികളാട്ടോ, വെള്ളത്തിൻ്റെ കുപ്പികളാണ് തറയും കിടക്കുന്നത് കണ്ടോ. ടോയ്ലറ്റിൻ്റെ അവസ്ഥയാണ്. പിന്നെ പാൻ പരാഗിൻ്റെ കവറ്. ഓക്കെ നിങ്ങൾ
ऐसे बैठा है इधर बनाइएगा तो बड़ा 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 जैसे बड़ा बेल बड़ा 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 मसाल बड़ा 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 जैसे ഇതണ്ട നിങ്ങൾക്ക് ബാത്റൂമിൽ പോകുന്ന സമയത്ത് കാറ്റ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. ഞാൻ യാത്ര കയറിയ കോച്ചിനെക്കാളും വൃത്തിയോടെ ഈ കോച്ചിന്റെ അവസ്ഥ കണ്ടോ? കണ്ടോ, ഇതൊക്കെ തുപ്പുന്നതാണ്. ഇതൊക്കെ ഈ പാൻ പരാഗ് ചവച്ച് തുപ്പി വെക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഇതൊക്കെ ഈ തുപ്പി വെച്ച് 25 ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ മോഡൽ ജനറൽ കമ്പാർട്ട്മെന്റ്, അതിന്റെ അവസ്ഥയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ? ഇതൊക്കെ 2025 ഉണ്ടാക്കിയിട്ടുള്ള ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. പുതിയ കോച്ചാണ്. അപ്പോൾ നിങ്ങൾ ആ 2 വീഡിയോസും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിലൊന്ന് നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ ഇന്റർസിറ്റി ആണ്. 2 എന്ന് പറയുന്നത് ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ആണ്. ഈ 2 ട്രെയിനിൻ്റെയും ജനറൽ കമ്പാർട്ട്മെന്റുകളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഞാനതിൽ പൂർണ്ണമായിട്ട് റെയിൽവേനെ ന്യായീകരിക്കാനും റെയിൽവേയുടെ ഭാഗത്തു നിന്നുകൊണ്ടും ഒന്നുമല്ല ഞാൻ പറയുന്നത്. റെയിൽവേയുടെ ഭാഗത്തു നിന്നും ചില പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പൂർണ്ണമായിട്ട് 100% റെയിൽവേ ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും നമ്മൾ റെയിൽവേ കുറ്റം പറയുന്നതിന് മുന്നേ നമ്മളതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ ട്രെയിൻ ഇത്രയും ഒന്നും വൃത്തികേടാവില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, നമ്മളൊരു പൊതുഗതാഗതം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ടും അതുപോലെ അതിലുള്ള നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നശിപ്പിക്കാതെയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കേണ്ട ആദ്യത്തെ ഉത്തരവാദിത്തം അതിൽ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരനുമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിന് അതിൻ്റെ പങ്ക് വരുന്നുള്ളൂ. യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ് അത് കൃത്യമായിട്ട് കൊണ്ടു നടക്കേണ്ടത്. അപ്പോൾ ഈ യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഈ പ്രശ്നങ്ങൾ, നിങ്ങളതിൻ്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെ കണ്ടു. അതിൽ നിറച്ച് കുപ്പികൾ അതുപോലെ മറ്റ് വേസ്റ്റ് സാധനങ്ങളൊക്കെ കുമിഞ്ഞു കൂടി കിടക്കുകയാണ്. ഇതൊക്കെ ആരതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടിടുന്നത്? ബയോ ടോയ്ലറ്റുകളാണ് ഇപ്പം നിലവിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഉള്ള എല്ലാ ട്രെയിനുകളിലും ഉള്ളത്. അപ്പോൾ ഈ ബയോ ടോയ്ലറ്റിൽ നമ്മൾ ഈ കുപ്പി, പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് അല്ലെങ്കിൽ മറ്റ് പ്ലാസ്റ്റിക് സാധനങ്ങൾ, പാഡ്, എന്തോ ആവട്ടെ, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം ബ്ലോക്കാവും. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്ലോക്കാവും. ബ്ലോക്കായി കഴിഞ്ഞാൽ ഈ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന ട്രെയിനിൽ വെച്ചിട്ട് ഇത് നന്നാക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ആളുകൾക്ക് അറിയാത്ത വിഷയമല്ല ഇത് ബയോ ടോയ്ലറ്റ് ആണെന്നുള്ളത്. അവിടെ ആ ടോയ്ലറ്റിൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടരുതെന്നുള്ളത്. ഇനി അത് വായിക്കാൻ അറിയാത്തൊരു വ്യക്തി ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും അവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും നിങ്ങൾ ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് ഇടരുത് എന്ന് പറഞ്ഞിട്ട് ചിത്രങ്ങൾ കൊടുത്തിട്ട് ആ സംഭവം കൊടുത്തിട്ടുണ്ട്, ക്രോസ് ചിഹ്നം കൊടുത്തിട്ടുണ്ട്, ഇടാൻ പാടില്ല എന്നുള്ളത്. അത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ ഉള്ളത്, അല്ലേ? എന്നിട്ടും ഇതിലേക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇത് ബ്ലോക്ക് ആക്കിയിട്ട് ഇതിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്ന ആ വെള്ളവും കാര്യങ്ങളുമായിട്ട് നമ്മൾ കോച്ചിലേക്ക് വരും. പിന്നെ വാഷ് ബേസിനിൽ ഫുഡ് കഴിച്ചിട്ട് ആ കാര്യത്തിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് ഒന്നും മോശമല്ല. ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് ഒഴിവാക്കിയിട്ട് നല്ല ഒരു കാര്യമാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കാൻ പറ്റും, ഒരു നേരം കഴിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് കൊണ്ടുവന്നിട്ട് ഈ പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ആ വേസ്റ്റോട് കൂടി ഇത് കഴുകും. കഴിയുമ്പം ഈ സെയിം കാര്യം തന്നെ സംഭവിക്കും, ബ്ലോക്കാവും.
വേസ്റ്റ് അതിനകത്ത് കടന്നിട്ട് അതൊരു ചെറിയൊരു ഹോളാണ്, അതിലേക്ക് പോകാനുള്ള വെള്ളം മാത്രം പോകാനുള്ള ഹോളാണ്. അപ്പോൾ ആ ഹോളിൽ ഈ വേസ്റ്റ് അവിടെ കിടന്നിട്ട് ഈ വെള്ളം അവിടെ ബ്ലോക്കായി കിടക്കും. എന്നിട്ട് ഈ വെള്ളം നിറഞ്ഞ് മറ്റു പുറകെ വരുന്ന ആൾക്കാരൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവർ തന്നെ പാത്രം വിശുദ്ധമായിട്ടൊക്കെ കഴുകി ഇതാക്കുന്ന സമയത്ത് അതവിടെ നിറഞ്ഞ് ട്രെയിൻ പോകുമ്പോൾ കുലുങ്ങി പുറത്തേക്ക് വരും. പുറത്ത് വന്ന ആ കോച്ചിന് നമ്മൾ കയറുന്ന ഭാഗത്തൊക്കെ വൃത്തികേടായിട്ട് കിടക്കും. അത് AC കോച്ചുകളിലടക്കം കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണത്. നിങ്ങൾക്ക് ഞാൻ അതിൽ കാണിച്ചു തന്നു വേസ്റ്റ് കളയാനുള്ള. ഒന്നെങ്കിൽ ആ വാഷ് ബേസിൻ്റെ താഴത്തുണ്ടാവും, ഇനി അല്ലെങ്കിൽ സൈഡിലായിട്ടൊരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ടാവും, ഇനി അതും അല്ലെങ്കിൽ 2 കോച്ചിൻ്റെ ഇടയിലായിട്ട് ഒരു കവർ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ AC കോച്ചുകളിലും സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലൊക്കെ മിക്കവാറും ട്രെയിനുകളിലുണ്ടാവും. ഞാൻ പറഞ്ഞ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായിട്ട് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അത് വെക്കാത്ത ട്രെയിനുകളോ അല്ലെങ്കിൽ അത് ഉണ്ടായിട്ടും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്ത റെയിൽവേയിലെ സ്റ്റാഫിൻ്റെ കാര്യം. അതാണ് ഞാൻ റെയിൽവേയുടെ ഭാഗത്തു നിന്നൊരു കാര്യം പറഞ്ഞത്. റെയിൽവേയിൽ OBHS സ്റ്റാഫുകളുണ്ട്, ഓൺ ബോർഡ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അവരെ കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് ആൾക്കാർ കയറുന്നത്. അതിലുള്ള ചില ആൾക്കാരൊക്കെ ഭയങ്കര മോശമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. കൃത്യമായിട്ട് ഈ സാധനങ്ങളൊന്നും വെക്കായിക അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇടവേളകൾ ക്ലീൻ ചെയ്യാതെ ചെയ്യുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാവും ഈ വേസ്റ്റ് കളയാനുള്ള സ്ഥലം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞ സാധനങ്ങളൊന്നും നിങ്ങൾ എവിടെയും കണ്ടില്ല എന്ന് വരിക്കാം. ഇനി ഡസ്റ്റ്ബിൻ ഇല്ല, അല്ലെങ്കിൽ ഗാർബേജ് ബാഗ് ഇല്ല, ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ വേസ്റ്റ് മാത്രം, ഞാൻ പറഞ്ഞ ഫുഡിൻ്റെ വേസ്റ്റാണ്. അത് കഴിക്കാൻ ഉപയോഗിച്ചുള്ള ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ സ്പൂണോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. ഫുഡ് വേസ്റ്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ടോയ്ലറ്റിലേക്ക് ഇട്ടിട്ട് ഫ്ലഷ് അടിച്ച് കളഞ്ഞാൽ അതങ്ങ് പോയിക്കോളും. ഫുഡ് വേസ്റ്റ് മാത്രം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഈ വാഷ് ബേസിൻ ബ്ലോക്ക് ആവുന്ന പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. വാഷ് ബേസിൻ ബ്ലോക്ക് ആകുമ്പോഴാണല്ലോ ഈ വെള്ളം വന്ന് ഇവിടെയൊക്കെ നിറഞ്ഞു കിടക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ വൃത്തികേടായിട്ട് നമ്മൾ കാണുന്ന ട്രെയിനുകളെന്ന് പറഞ്ഞാൽ, ഒന്നാം സ്ഥാനത്ത് നമ്മൾ എല്ലാവരും പറയും വിവേക് എക്സ്പ്രസ് ആണ്. പല ഇരട്ടപ്പേരുകളും വിവേകിനുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. പിന്നെ കുറേ ട്രെയിനുകൾ നമുക്ക് ഈ കൂട്ടത്തിൽ കൂട്ടാം. അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ട്രെയിനുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള ആളുകളുടെ ഒരു സംസ്കാരവും അവരുടെ ഒരു ജീവിത രീതിയും കൂടിയൊക്കെയാണ് ഇതിലൊരു ഭാഗമായിട്ടുള്ളത്. ഞാനതിൽ കാണിച്ച് ഈ എന്താ പറയുക, വായിലിട്ട് ചവച്ച് പാൻ മസാല പോലുള്ള സാധനങ്ങളൊക്കെ ചവച്ചിട്ട് തുപ്പി വെക്കുന്നത്, ആ 2 കോച്ചിൻ്റെ നമ്മൾ തുറക്കുന്ന ഡോറിൻ്റെ ആ പാസേജിൻ്റെ ഭാഗത്തൊക്കെ തുപ്പി വെച്ച് വൃത്തികേടാക്കി ഇടുന്നത്, പിന്നെ ബാക്കിയുള്ള ഓൾവേസ് എല്ലാം വൃത്തികേടാക്കി ഇടുന്നതൊക്കെ അവരെ സംബന്ധിച്ചോളം അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ അതൊന്നും വലിയ പ്രശ്നമുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാര്യം അവർ ജീവിച്ച ജീവിത രീതികളും അവരുടെ നഗരങ്ങളും അവരുടെ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് അതൊരു ഇതുള്ള പ്രശ്നമല്ല. ഞാനിപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ ചെയ്തുകൊണ്ട് ഇതിപ്പോൾ മാറാനും പോകുന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, അതായത് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എന്താണ് ട്രെയിനുകൾ മെയിനായിട്ടും വൃത്തികേടാക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ അതിലെ യാത്രക്കാർക്കുള്ള പങ്ക് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെയിൽവേനെ ന്യായീകരിക്കാനോ റെയിൽവേ 100% ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിലും ഈ ആൾക്കാർ പറയുന്ന, ഞാൻ കാണുന്ന വീഡിയോസിലുള്ള ആൾക്കാർ പറയുന്ന റെയിൽവേ ആണിങ്ങനെയൊക്കെ ആക്കുന്ന, റെയിൽവേയിലുള്ള ആൾക്കാരുടെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവുന്നതെന്ന് പറയുന്നതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്നുള്ള നിലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ട്രെയിനുകളൊക്കെ നിങ്ങൾ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ എന്താണ് അവസ്ഥ എന്നുള്ളത്. വൃത്തികേട് ആയിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ അത് വൃത്തിയാക്കാറുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. ഞാൻ കണ്ടിട്ടുമുണ്ട് ട്രെയിനുകളൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ടുകൂടി ഞാൻ പറഞ്ഞത്, ഈ ആലപ്പുഴയ്ക്ക് വരുന്ന ധൻബാദ് എക്സ്പ്രസ് ആണെങ്കിലും അവർ പിറ്റ് ലൈനിൽ കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യാറൊക്കെ ഉണ്ട്. ക്ലീൻ ചെയ്യും, ബാക്കി എൻ്റെ മെയിൻ്റെനൻസ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടാണ് ഈ വണ്ടി തിരിച്ചു പോകുന്നത്. അല്ലാതെ ഇത് ഒരിക്കലും വന്ന പോലെ ഒരിക്കലും ട്രെയിൻ തിരിച്ചു പോവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വേറെ യാത്രാ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.